ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടു നിർത്തിയത് ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. സച്ചിനെ ഇതിനെ സമാധാനിപ്പിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ സച്ചി പിറ്റേ ദിവസം എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാവർക്കും കൂടി ആൻഡമാനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇനി ഇവർ തനിച്ച് പോകണ്ട, ഞാൻ ആൻഡമാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെയും കല്യാണം കഴിഞ്ഞതല്ലേ, ഞങ്ങൾക്കും ഹണിമൂൺ പോലെ പോകണം, ഞാനും ഇതുവരെ ആൻഡമാനൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ എല്ലാവർക്കും കൂടി നീ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് ശ്രുതിയോട് പറയും. അപ്പോൾ ശ്രുതി പറയും, ഞാനോ? നീ തന്നെ. എല്ലാവരും പോവാച്ചാൽ നിങ്ങളും ആൻഡമാൻ പോവും, അല്ലെങ്കിൽ ഇവിടുന്ന് ആരും പോവില്ല എന്ന് സച്ചി പറയാൻ. അച്ഛൻ കണ്ടിട്ടില്ലല്ലോ ആൻഡമാൻ, അമ്മയും കണ്ടിട്ടുണ്ടാവില്ല, ഞാനും കണ്ടിട്ടില്ല, എനിക്കും ആൻഡമാൻ കാണണം എന്ന് സച്ചി പറയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി ബുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ശ്രുതിക്ക് അത് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ശ്രുതി പറയും, എന്താ അങ്കിൾ ഇത് ഇങ്ങനെയൊക്കെ, അല്ല ഇതുവരെ ഞാൻ എവിടേക്ക് പോയിട്ടില്ല, രവതിനെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല, അപ്പോൾ ആൻഡമാൻ പോകാന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടി പോകാം, എല്ലാവർക്കും പോകാനുള്ള പൈസ നീ എടുക്കണം എന്ന് പറയും. എന്തായാലും അച്ഛൻ്റെ പൈസയിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോകണ്ട, എല്ലാവർക്കും കൂടിയുള്ള ബുക്ക് ചെയ്തോ എന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, എന്തിനാ എല്ലാവർക്കും കൂടി ബുക്ക് ചെയ്യുന്നത്, നീയൊക്കെ എന്താ അവിടെ പോയിട്ട് കാണിക്കാൻ പോകുന്നത്, ഇത് എന്താ അവിടെ പോയിട്ട് നിനക്ക് ഇത്ര കാണാനുള്ളത് പറയും. അപ്പോൾ അവിടെ എന്താ ഉള്ളത് വെച്ചാൽ അത് കാണാമെന്ന് സച്ചി പറയും. അങ്ങനെ കുറച്ച് ഇതൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും, വേണ്ട, ഈ പൈസയിൽ ഞങ്ങൾ പോകുന്നില്ല, എന്തായാലും ശ്രുതിക്ക് അടുത്ത മാസം സാലറി കിട്ടും, അപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ആ പൈസ ഇപ്പോൾ തരാം, ബാക്കി സാലറി കിട്ടി കഴിഞ്ഞിട്ട് തന്നോളാന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് ഇത് ഇഷ്ടപ്പെടാതെ ശ്രുതി അകത്ത് കയറി പോവും. പിന്നെ അതൊക്കെയാണ് വരുന്ന സീനുകൾ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയുടെ ഫ്രണ്ട് ശ്രീകാന്തിനെയും ദേവുവിനെയും കൂടി ഒരുമിച്ച് കാണുന്ന ഒരു സീനാണ്. ദേവു ശ്രീകാന്തും കൂടി ബൈക്കിൽ പോകുന്നൊരു സീനാണ്. അത് ദേവുവിന് പൂ കൊണ്ടെടുക്കാൻ മുമ്പ് ശ്രീകാന്തിനെ കാണും. അപ്പോൾ ശ്രീകാന്ത് ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ദേവു ശ്രീകാന്തിൻ്റെ ബൈക്കിൽ പോവാണ്. അവർ വർഷേനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ മുന്നിൽ കൂടെയാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവരെന്താ ഇപ്പോൾ ഇവളെ ബൈക്കിൽ വെച്ച് പോകുന്നത്, ഇവളെ കൊണ്ട് കറങ്ങുന്നത് എന്നൊക്കെ ഉള്ളതുപോലെ ആലോചിച്ചിട്ട് ഇത് ചന്ദ്രമതിനെ വിളിച്ച് പറയുമ്പോൾ ചന്ദ്രമതി ആകെ ടെൻഷനായിട്ടിരിക്കുന്നത് പോലെയാണ്. ഒന്നാമത് അവർ തമ്മിൽ സംസാരിക്കുമ്പോഴും അവർ തമ്മിൽ ഇടപഴകുമ്പോഴും അവർ തമ്മിൽ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള ഇതാണ് ചന്ദ്ര സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ ചന്ദ്രയ്ക്ക് അത് കൺഫേം ആയി. ചന്ദ്ര കഴിഞ്ഞ് ഈ പെണ്ണിന്തിനെ എപ്പോഴും എൻ്റെ മകൻ്റെ കൂടെ കറങ്ങുന്നത് എന്നുള്ള മൈൻഡിൽ, ഇനിയൊരു പൂക്കാരി കൂടി വീട്ടിലേക്ക് വരണ്ട എന്നുള്ള മൈൻഡിലേക്കാണ് ചന്ദ്ര റിയാക്ട് ചെയ്യുക. അതൊക്കെയാണ് അടുത്തത്.